Okay, Mercy, welcome to the magical experience of TCI. Thank you. Jeedu, welcome to the magical experience. Again and again to the experience of TCI. ഇനി ഞങ്ങൾ രണ്ടും കൂടെ എനിക്ക് ഇച്ചിരി ഒന്ന് ചരിഞ്ഞ് വെച്ചാൽ എന്ത് വിചാരിച്ചാലുണ്ടോന്ന് എനിക്കറിയത്തില്ല. എന്നെ കുറിച്ച് അങ്ങനെയാണ്. ശരിയായിരിക്കണം 3 ദിവസത്തേക്ക് ഒഴിഞ്ഞു കിട്ടുമല്ലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തോന്നുന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും സന്തോഷത്തോടെ ഈ 2 രാവും 3 പകലും ഈ ശില്പശാലയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം. ഇത് ഈ ഒരൊറ്റ തീം ഏറ്റവും കുറഞ്ഞൊരു 4 വർക്ക്ഷോപ്പിനുള്ളത് കേട്ടോ. എന്റെ ഈ വർക്ക്ഷോപ്പ് ഉണ്ടോ ഇവിടെ? സാറേ ഉണ്ടോ? ആണല്ലേ. ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും തമ്മിൽ ഉപയോഗത്തിൽ എത്ര ശതമാനം വ്യത്യാസമുണ്ട്? ലെഫ്റ്റ് ബ്രെയിൻ 90-95 ഉപയോഗിക്കുമ്പോൾ റൈറ്റ് ബ്രെയിൻ 5 പോലും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് മലയാളികൾ പൊതുവെ മുൻപേ ഗമിക്കുന്ന പോകുന്നത് പിന്നേ. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോട്ടയം അതിൻ്റെ എക്സ്റ്റൻഷൻ പ്രോഗ്രാമായ യൂണിവേഴ്സിറ്റി ഓഫ് ദ തേർഡ് ഏജ് സർട്ടിഫിക്കറ്റ് കോഴ്സ് തൃശ്ശൂരിൽ സംഘടിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സിൻ്റെ ഏതാനും ചില ഭാഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ കാണുന്നത്. Welcome to the magical experience of TCI. Welcome to the magical experience of TCI. Seema, welcome to the magical experience. JK, welcome again to the magical experience of TCI. It's my pleasure, sir. Indira, welcome to the magical experience of TCI. Sasyama, welcome to the magical experience of TCI. Devi, Indira Devi, welcome to the magical experience of TCI. Una, welcome to the magical experience. Again, to the magical experience of TCI. Swapna, welcome. Shobha, welcome to the magical experience of TCI. ഒന്നിച്ചിടണം ഒരു റൗണ്ട് അങ്ങനെ. എനിക്ക് തോന്നുന്നു എന്നെ Okay. Of the photo session is over. ആറുമാസത്തെ ഈ കോഴ്സിൻ്റെ പ്രത്യേകത ഓരോ മാസവും നടത്തുന്ന 3 ദിവസം ദൈർഘ്യമുള്ള സെഷനുകളാണ്. 4ാമത്തെ ഈ സെഷൻ മാർച്ച് 22, 23, 24 തീയതികളിലാണ് തൃശ്ശൂരിൽ സംഘടിപ്പിച്ചത്.
ഡോക്ടർ രാജു ഡി കൃഷ്ണപുരം സെഷൻ നയിച്ചു. മൈ ലൈഫ് മൈ മിഷൻ, ഐ വണ്ടർ ഹൗ TCI റീഡിഫൈൻ ആൻഡ് റീഡിസൈൻ ഇറ്റ്. അതായിരുന്നു തീം. ഓക്സിടോക്സിൻ, ഡോപ്പമൈൻ, സെറോട്ടോണിൻ, എൻഡോർഫിൻ എന്ന സന്തോഷത്തിൻ്റെ ഹോർമോണിനെ കുറിച്ച് സംസാരിച്ചു. ഇത് കമ്മീഷന്റെ മെമ്പറാണ്. മേഴ്സിക്കുട്ടി 32 തവണ ചവയ്ക്കേണ്ടോന്ന് നോക്കാനുള്ള കമ്മീഷനാണ് ഈ നിൽക്കുന്നത്. കമ്മീഷൻ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ തന്നെ നിന്നേക്കൂ, ഓരോ തവണ എണ്ണണം. മേഴ്സി വളരെ നമ്മൾക്ക് വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു അറിവാണ് തന്നത്. പക്ഷെ മേഴ്സി ചവയ്ക്കുന്നില്ല. അടിപൊളി അടിപൊളി. പലതരം ആക്ടിവിറ്റികളിലൂടെയാണ് ശില്പശാല പുരോഗമിക്കുന്നത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നുണ്ടോ? വേഗം, സമയമില്ല, 4:15 ആവുന്നു. എവിടെ വെച്ചാലും ട്രയാങ്കിൾ അല്ലേ? എവിടെ വെച്ചാലും ട്രയാങ്കിൾ അല്ലേ? അടി കൈയടി, കരഞ്ഞു കഴിക്കുക. ഇപ്പൊ അവരവരുടെ പൂവ് അവരവരെ നോക്കിയാണോ ഇരിക്കുന്നത് എന്ന് നാളെ മനസ്സിലാക്കാനേ പറ്റുള്ളൂ, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ചെയ്തോളൂ ചെയ്തോളൂ. നാളെ 7 മണിക്ക് ഒരു മെഡിറ്റേഷൻ ചെയ്താൽ എത്ര പേരുണ്ടാവും? 7 മണിക്ക് 7 to 8 ഇവിടത്തെ 7 to 8. അത് കഴിഞ്ഞിട്ട് അല്ല മെഡിറ്റേഷൻ 7 to 8 മെഡിറ്റേഷൻ, 7:30 7:45 ഒക്കെ തീരും. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പുറത്ത് പോയല്ലേ കഴിക്കുന്നത് അല്ലേ? വെച്ചേ സെഷൻ 9 മണിക്ക് തുടങ്ങും. അപ്പൊ 8:50 എല്ലാവരും എത്തുക. മറ്റന്നാളും അങ്ങനെ തന്നെ. മറ്റന്നാൾ എപ്പോഴാണ് പിരിയേണ്ടത്? 4 മണി മതിയല്ലോ. ഇത് ഇവിടെ നിർത്താം. ഓക്കെ അല്ലേ? ചായ കുടിച്ചിട്ട് വേഗം വരിക. നമ്മള് ഒരു ചെറിയ കാര്യം കൂടെ. ബ്രെയിനിൻ്റെ വലതുഭാഗം സജീവമാക്കണമെങ്കിൽ ശരീരത്തിൻ്റെ ഇടതുഭാഗം പ്രവർത്തിപ്പിച്ചേ മതിയാകൂ. നമ്മൾ ശരീരത്തിൻ്റെ ഇടതുഭാഗം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഞങ്ങളെ ഓർമ്മപ്പെടുത്തി. ചെറുതിലുടക്കി വലുതു മുടക്കരുത്. ശില്പശാല എന്നാൽ ശില്പങ്ങൾ ഉരുത്തിരിയുന്ന ഒരു ഇടമാണ്. ഞാനൊരു നക്ഷത്രം, അമൂല്യ നക്ഷത്രം, അതുല്യമായ തുല്യതയുള്ള അനുപമ നക്ഷത്രം. ഞാനൊരു നക്ഷത്രമാണ്, അമൂല്യമായ നക്ഷത്രമാണ്, അതുല്യമായ തുല്യതയുള്ള. അതുല്യരാണ് എന്നതിൽ നമ്മൾ തുല്യരാണ്. അങ്ങനെയുള്ള അനുപമ, ഉപമിക്കാൻ സാധിക്കാത്ത ഒരു നക്ഷത്രമാണ് ഞാൻ എന്ന ബോധ്യം സർ എല്ലാവർക്കും പകർന്നു നൽകി. വൈ ഷുഡ് ഐ ചേഞ്ച്? ജോസഫ് ഫിലിപ്സും ഹാരിയും കൂടി ചേർന്ന് ഉണ്ടാക്കിയ ജോഹാരി വിൻഡോ എന്ന മനഃശാസ്ത്ര തത്വം സർ ഞങ്ങളെ പഠിപ്പിച്ചു. ഇതിൽ ഐ നോ യു നോ എന്ന വിൻഡോ നമുക്ക് വികസിപ്പിക്കാവുന്നതേ ഉള്ളൂ. അത് വികസിപ്പിക്കും തോറുമാണ് നമ്മുടെ വ്യക്തിത്വ വികാസം സംഭവിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു.
ഇരുപത്തിമൂന്നിന് രാവിലെ 6 AM എല്ലാവരുടെയും ഒരു ഹെൽത്ത് ചെക്കപ്പും ഇതിനോടനുബന്ധിച്ച് നടത്താനായി സാധിച്ചു. ആരോഗ്യം എല്ലാവരും ഇനിയും ഇംപ്രൂവ് ചെയ്യാനുണ്ട് എന്ന പാഠം ഞങ്ങൾ പഠിച്ചു. ശരീരവും മനസ്സും ആരോഗ്യവും ബുദ്ധിയും പരസ്പരം ബന്ധപ്പെട്ടതാണല്ലോ. ഇരുപത്തിമൂന്നാം തീയതി തന്നെ ലിവിങ് ടുഗദർ, ലേണിംഗ് ടുഗദർ, ഗ്രോയിങ് ടുഗദർ. ഐ ലിവ് മൈ ലൈഫ്, ഐ ഷെയർ മൈ ലൈഫ്, ഐ എനാക്ട് മൈ ലൈഫ്. ഈ വിഷയം ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത് അത് ഒരു റോൾ പ്ലേ ആയി അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. റോൾ പ്ലേ അഥവാ സ്കിറ്റ് വളരെ ഹൃദയസ്പർശിയായിരുന്നു. പക്ഷേ അത് പേഴ്സണൽ ആയതുകൊണ്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 3 ദിവസവും പെട്ടെന്ന് തന്നെ കടന്നുപോയി. ഒരാളാണ് ഞാൻ. ഈ ഒരു ഹെൽത്ത് തന്നെ ഇതുപോലെ ഫാറ്റ് ചെക്കപ്പ് ചെയ്ത് വരുന്നതിന് മുമ്പ് എനിക്ക് അറിയില്ലായിരുന്നില്ല ഇത്രയും സിവിയർ ആയിരുന്നു. ഞാൻ 96 കിലോ വെയിറ്റ് ഉണ്ടായിരുന്ന ഒരാളാണ്. ആദ്യം വർക്ക് ചെയ്യുന്ന സമയത്ത് 84 കിലോ, ഒരു 100 ഗ്രാം വെയിറ്റ്, 54 കിലോ എനിക്ക് വെയിറ്റിന് കൊണ്ടുവന്ന് തൈറോയിഡിന്റെ മെഡിസിൻ ഒക്കെ പൂർണ്ണമായി നിർത്തി ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ആരോഗ്യത്തെ കുറിച്ച് അറിയാവുന്നവർക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ചെക്കപ്പ് ചെയ്ത് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. ഇതെന്റെ മകളാണ് ആൻമരിയ. നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഈ വെൽനസ് ഇവാലുവേഷൻ റിപ്പോർട്ട് ഉണ്ട്. ഈ റിപ്പോർട്ടിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പ്രോഗ്രസ് കാർഡാണ്. ഇപ്പൊ എത്ര വട്ടുണ്ടെന്ന് എല്ലാവരും നോക്കൂ. 5 എണ്ണം കൈ കുന്തിച്ചോ? എല്ലാം 5 എണ്ണം ഉണ്ട്. അപ്പൊ 5 എണ്ണം കൈ കുന്തിച്ചോ? ഓക്കെ, വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. 4 എണ്ണുള്ളവര് ഓക്കെ, 3 എണ്ണുള്ളവര്, 3 വട്ടുള്ളവര്, സാറിന് 5 എണ്ണം ഉണ്ട്. 3 എണ്ണുള്ളവര് സൂപ്പർ. 2 എണ്ണുള്ളവര് ആരുമില്ല. അപ്പൊ മിനിമം 3 മുതൽ 5 വരെ നിങ്ങൾക്ക് സർക്കിളുകൾ കിട്ടിയിട്ടുണ്ട്. റെഡ് എപ്പോഴും ഡേഞ്ചർ ആണല്ലേ. നമ്മുടെ ശരീരത്തില് ഭക്ഷണ രീതിയിൽ വന്നിട്ടുള്ള മാറ്റവും ജീവിത ശൈലിയിൽ വന്നിട്ടുള്ള മാറ്റവും നമ്മുടെ മനസ്സിന്റെ സന്തോഷമില്ലായ്മ, സ്ട്രെസ് കൂടുന്ന ഒരു അവസ്ഥയും നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ കാരണവും. അപ്പൊ അത് എത്ര പെർസെന്റേജ് വേരിയേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും അവരുടെ കാർഡൊന്ന് നോക്കിക്കോളൂ കേട്ടോ. അതിൽ ആദ്യം തന്നെ നിങ്ങളുടെ പേരുണ്ടാവും, വയസ്സുണ്ടാവും, ഹൈറ്റ് ഉണ്ടാവും ഇല്ലേ. ഈ വയസ്സിനും ഹൈറ്റിനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല, വെയിറ്റിനും തമ്മിൽ ബന്ധമില്ല. എത്ര സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടോ അതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് വെയിറ്റ് വേണ്ടത്. ഫോർ എക്സാമ്പിൾ സാറിന്റെ കാർഡ് തരാമോ? ഓക്കെ, 164.5 ആണ് ഹൈറ്റ്. അപ്പൊ നമുക്ക് 64 അപ്പൊ 64.3 or 63 1 kg ഡൗൺ അത്രേ ആവശ്യമുള്ളൂ. ഇത് കുഴപ്പമില്ല. 64 പോയിന്റ് കുഴപ്പമുള്ളതല്ല. ഹൈറ്റിനനുസരിച്ചിട്ട് 100 മൈനസ് ചെയ്യാം. നിങ്ങളുടെ വെയിറ്റിൽ നിന്ന്, നിങ്ങളുടെ ഹൈറ്റിന്റെ ഇതിൽ നിന്ന് 100 മൈനസ് ചെയ്ത് കിട്ടുന്നത് നിങ്ങളുടെ ഐഡിയൽ വെയിറ്റ്. അവിടെ നിന്ന് 2 കിലോ അണ്ടർ വെയിറ്റ് ആണ് ആക്യുറേറ്റ് വെയിറ്റ്. 164 ഉള്ള ഒരാൾക്ക് 164.5 ആണെങ്കിൽ അപ്പൊ 162 ആണ് ഐഡിയൽ വെയിറ്റ്. അപ്പൊ 64.3 വരുന്നുണ്ട്. ഫാറ്റ് ലേഡീസിനാവുമ്പോ സ്ത്രീകൾക്കുള്ള ഫാറ്റ് 20%-നും 30%-നും ഇടയിലാണ്. അതിൽ 30-ൽ കൂടുതലുള്ള ആളുകളാണ് സിവിയർ. ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. പുരുഷന്മാർക്ക് 20-ന്റെയും 10-ന്റെയും 20-ന്റെയും ഉള്ളിലാണ് നിൽക്കുന്നത്. 18.7 ആണ് സേഫ്. ലേഡീസിന് കൊളസ്ട്രോളിനുള്ള ചാൻസ് കൂടുതലുള്ളവർക്കാണ് ഇത് വരിക. രാവിലെ മെഡിറ്റേഷൻ, യോഗ,
എന്നിവ ഞങ്ങൾ അഭ്യസിച്ചു. ശരീരത്തിനും മനസ്സിനും ഇനി കേൾക്കാൻ പോകുന്ന, അനുഭവിക്കാൻ പോകുന്ന സെഷനും അത് കൂടുതൽ മിഴിവ് പകർന്നു. വരാതിചത്വാരിവാഗാത്മകം പ്രണവസ്വരൂപ വക്രതുണ്ഡം പ്രണവസ്വരൂപ വക്രതുണ്ഡം നിരന്തരം നിടില ചന്ദ്രകണ്ഠം നിജവാമകരവിദിതേഷു ദണ്ഡം കരഭുജ പാശഭുജാകാരം കരഭുജ പാശഭുജാകാരം കലുഷ വിദൂരം ഭൂതാകാരം കരാതി ഗുരുംഗ ദോഷിത ബിംബ ഹംസത്വരിഭൂഷിതഹേരം ഗണപതി ഭജേ ഹരം. വരൂ. രണ്ടുപേരുള്ള നല്ലൊരു സ്ഥലം. ഹൈഡെ പറഞ്ഞിട്ടുണ്ട്, സ്ലോ ഈസ് ഫാസ്റ്റ്. സമയം കുറവാണെങ്കിൽ പതുക്കെ പതുക്കെ പോകാൻ സാധിക്കൂ. ഒരു TCI പ്രാക്ടീഷണർ അഥവാ TCI അഭ്യാസി ഉപജീവനം, സഹജീവനം, അതിജീവനം എന്നിവയിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ടെക്നോളജി ക്ലാസ് ബൈ JK. കട്ടി മലക്കറികൾ ആദ്യം ഇടും. അത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഇളം മലക്കറികൾ ഇടും. അതിന്റെ മുകളിൽ കായ പോലെയുള്ള സാധനങ്ങൾ ഇടും. എന്നിട്ട് നമ്മൾ അതിന്റെ പുറത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഉപ്പിട്ടിട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ട് അടച്ചു കൊടുക്കും. ആ പരിപാടി. എന്നിട്ട് നമ്മൾ അരപ്പുണ്ടാക്കി ആ അരപ്പ് ഇതിനകത്ത് ചേർത്തു. അതൊന്ന് 3/4 വേവ് വെന്ത് വരുമ്പോൾ ഈ അരപ്പ് ചേർത്തു. അതിന്ന് 3/4 വേവിൽ ഈ അരപ്പും കൂടെ കയറി. അരപ്പും കൂടെ കയറിയോണ്ട് കാര്യമായോ, അവിയലായോ? പിന്നെന്ത് വേണം? വെളിച്ചെണ്ണ ഒഴിച്ച അടുപ്പ് തണുത്ത് അതൊന്ന് ചെറുതായിട്ട് തവിക്കണയിട്ട് തവിയിട്ട് കോരി ആ മലക്കറിയെ ഉടയ്ക്കാതെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ആക്കി അടച്ച് അല്ല. അപ്പൊ ആ പരുവത്തിലാക്കുമ്പോ ഈ ചെറുതായിട്ട് ഈ വെളിച്ചെണ്ണ ഒഴിച്ച സാധനമില്ലേ, അത് ഇവിടെ വരുക. ഇപ്പൊ ഈ സാധനത്തിനെല്ലാം ഇങ്ങനെ നിങ്ങള് വെർട്ടിക്കലായിട്ട് തന്നതിനെ, ഇതിങ്ങനെ വെർട്ടിക്കലാണ് നിങ്ങൾ തന്നു, പക്ഷെ വെർട്ടിക്കലായിട്ട് ഇവിടെ പോവില്ല. ഇത് നേർരേഖയിലേ പോകും. ഇതിനെ ഞാൻ ഇവിടെ വെള്ളരിക്ക, ഇവിടെ വാഴയ്ക്ക, ഇവിടെ അരപ്പ്, ഇത് 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 ഒക്കെ ആക്കിയിട്ട് ഈ MP3യുടെ കൂടെ ആ വെളിച്ചെണ്ണ ഒഴിക്കില്ലേ, വെളിച്ചെണ്ണ ഒഴിക്കുന്ന ഇതിനെ M4A എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്യും. അതാണ് ഞാൻ ചെയ്യുന്നത്. ആ ജോലിയാണ് എൻ്റെ. M4A എന്ന് പറഞ്ഞ ഒരു ഫോർമാറ്റിൽ ഇതിനെ കൺവേർട്ട് ചെയ്താൽ മാത്രമേ ഈ ക്ലൗഡ് ഇതിപ്പോ ആകാശത്തല്ലേ പോകുന്നേ, ഈ ക്ലൗഡില് എനിക്കായിട്ടൊരു കുഞ്ഞു സ്ഥലം റേഡിയോ ശലഭവാണിക്കായിട്ട് തന്നിട്ടുണ്ട്. നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ കുഞ്ഞു സ്ഥലത്തോട്ട് പോകാൻ എനിക്ക് സൈസ് വലുതായാൽ പറ്റൂല. MP3 പോയാൽ വലിയ സൈസായി പോകും. അപ്പൊ എനിക്ക് അതിനകത്ത് കൊണ്ട് വെക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ അതിനെ ചെറുതാക്കി ഒതുക്കി സ്പേസ് ഒക്കെ കുറച്ച്, എന്നാൽ വോയിസ് കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്ത് ആക്കുന്ന ഈ പണി ചെയ്യുന്നത് ഞാനാണ്. എന്നിട്ട് സിംഗിൾ ഫയലാവും. സിംഗിൾ ഫയലായിട്ട് ഇത് ഒറ്റ ഫയലാവും. ഇങ്ങനെ പല പല ഫയൽ കിടക്കുന്ന ഒറ്റ ഫയലായിട്ട് റേഡിയോ ശലഭവാണിയുടെ റേഡിയോ ശലഭവാണിയുടെ ക്ലൗഡിൽ ഇതിനെ കൊണ്ട് വെക്കും. ഓക്കെ, ഇതിനെ കൊണ്ട് ഞാൻ വെച്ചു. ഇപ്പൊ ശരിയായല്ലോ? ഇപ്പൊ ശരി. ഇനി ഈ റേഡിയോ ശലഭവാണിയുടെ ഇവിടെ ഞാൻ എങ്ങനെ കൊണ്ടുപോയി വെക്കും? ഇങ്ങനെ കൊണ്ടുവച്ചാൽ പോരല്ലോ, അത് നിങ്ങൾക്ക് എത്തണ്ടേ. ഇനി ഇങ്ങോട്ട് വരാം. ഇവിടെ വരെ ആയല്ലോ.
ഇത്രയും ഞാൻ പറഞ്ഞത് ഞാൻ ഓടിച്ചു പോയിരിക്കുകയാണ്. 5 ഗ്രീൻ എന്ന് എഴുതാം. സ്പോട്ടിഫൈ 3 വര 3 വര പച്ചയിൽ കറുത്ത 3 വര എന്നെഴുതി വെക്കാം. അതെടുക്കും. സ്പോട്ടിഫൈ FY ആണോ? FY SPOTYTIFY സ്പോട്ടിഫൈ എടുക്കും. പച്ചയില് കറുത്ത 3 വരെയുള്ള ഒരു സാധനമുണ്ട്. മ്യൂസിക് ഒക്കെ കേൾക്കുന്നവർക്ക് അതുണ്ട്. സ്പോട്ടിഫൈ എടുക്കാം. എന്തിന് പച്ച? ഇങ്ങോട്ട് എന്തിന് പച്ച? ഇത് 2 എണ്ണം ഉള്ളതുകൊണ്ടാണ് ഞാൻ പച്ച എന്ന് പറയുന്നത്. ഒന്നൊരു പർപ്പിളുണ്ട്, അത് എൻ്റെ സ്ഥലമാണ്. ഇത് ഞാൻ ഇവിടെയാണ്, എനിക്കിവിടെ റിഫ്രഷ്, ലവ്, പ്രൗഡ്, റിലീഫ്, ഇതെല്ലാം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് വളർത്തു കേന്ദ്രങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും വളരുന്നു. വളർത്തു കേന്ദ്രങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇപ്പോഴും കണ്ടുവോ ഈ നീലൻ പാതയിൽ, കണ്ടുവോ നിങ്ങളീ പുണ്യഗേഹം, കാനനഭംഗി തൻ നടുവിൽ ചുറ്റും പൂമ്പാറ്റകൾ തുള്ളിക്കളിക്കുമിടം. പുഴുക്കലായി അറിവിൻ വെളിച്ചു നേടാം, മനസ്സിനാഴങ്ങളിലുളിടാം. കളിക്കുമിടം സ്വയം മാറി ചിന്തിച്ചിടാം, നവസമൂഹ രചനയിൽ പങ്കാളിയാകാം. ചുറ്റിലും അവസര കവാടങ്ങൾ മാത്രം കണ്ണുകൾ മെല്ലെ തുറന്നു വയ്ക്കൂ. കണ്ടുപോയി നീളൻ പാതയിൽ, കണ്ടുപോ നീങ്ങളീ പുണ്യഗേഹം, കാനനഭംഗി തൻ
ദൗത്യ സഞ്ചാരിയായി ഒരു പൂവിൽ മറ്റൊന്നിലേക്കായി പൂമ്പാത്രകളെപ്പോൾ ഞാനും സഞ്ചരിപ്പൂ. കണ്ടുവോ ഈ നീലൻ പാതയിൽ, കണ്ടുവോ നീങ്ങളീ പുണ്യഗേഹം, കനനവംഗിത നടുവിൽ ചുറ്റും പൂമ്പാറ്റകൾ തുള്ളിക്കളിക്കുമിടം. അതിന് എല്ലാവർക്കും ഒരു കൈ. നമ്മൾ 3:45 തുടങ്ങിയത്. 4:45 2 കാര്യങ്ങൾ. ഐ ഡ്രോ മൈ ലൈഫ്. പത്തിരി ടണ്ണിന്റെ കൂട്ടത്തിൽ ടണ്ണിന്റെ കൂട്ടത്തിൽ പോകും. തിരിച്ചറിഞ്ഞാൽ മെസ്സഞ്ചർ. We all have 2 lives. The second one starts when you realize that you have only one. Andre Di Maria. നമുക്കെല്ലാവർക്കും 2 ജീവിതങ്ങളാണുള്ളത്. രണ്ടാമത്തെ ജീവിതം തുടങ്ങുന്നത് നമുക്ക് ആകെ ഒരു ജീവിതമേ ഉള്ളൂ എന്ന് തിരിച്ചറിയുമ്പോൾ. മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മറ്റുള്ളൊരു പെണ്ണും ഒരു നാളും കാറ്റാടിത്തണലും തണലത്തരമതിലും അതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മറ്റുള്ളൊരു പെണ്ണും വെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കും വെള്ളം അങ്കുളം കാട്ടി വെള്ളാരം കാറ്റേ വാ വാ വാദിയാരേ വാ വന്തി കൊടി കഞ്ചങ്കിളി ഇഷ്ടപ്പടി കോട്ടയത്തൊരു മൂത്ത പിള്ളച്ചൻ 90 കഴിഞ്ഞപ്പോൾ കരിമീൻ കണ്ണാളേ 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 കരിമീൻ പ്പം വാറകിലുക്കിയ സുന്ദരി സുന്ദരി സ്വന്നൊരുങ്ങിവ നാളെയാണ് താലിമംഗളം നേരുന്നു. എന്റെ വളർച്ചയ്ക്കായി സഹജീവികളോട് ആദരവ് കാണിക്കുന്നു. അതിനകത്ത് ഒരു കണ്ടീഷൻ ഉണ്ടോ? ശ്രദ്ധിക്കാതെ എഴുതുന്നതുകൊണ്ട് വരുന്ന ഇപ്പോ ആ കുട്ടി സ്വപ്ന ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തുപോയി. ഓർത്തത് JK പറഞ്ഞ കാര്യമാണ്. JK അല്ല, ജിതു കൃഷ്ണമൂർത്തി. ജിതു കൃഷ്ണമൂർത്തി പറഞ്ഞതിന്റെ ഞാൻ എൻ്റെ ഒരു രീതിയിൽ അതിനെ ഞാനിങ്ങനെ പറയാം. അറിവിന്റെ അടിമയാകാം, അറിഞ്ഞതിന്റെ അടിമയാകരുത്. അറിഞ്ഞതിന്റെ അടിമയായാൽ പിന്നെ വളർച്ചയില്ല. നിങ്ങളുടെ ഇന്നത്തെ ഈ ലേണിംഗ് പ്രോസസ് എല്ലാം അതാണ് പ്രഖ്യാപനം ചെയ്യുന്നത്.
അറിഞ്ഞതിൽ നിന്നുള്ള മോചനമാണ് നമ്മുടെ വളർച്ചയുടെ ലക്ഷ്യം. അറിഞ്ഞതിൽ നിന്നുള്ള മോചനം. അറിഞ്ഞത് വിശ്വാസമാണെങ്കിലും അറിഞ്ഞത് ശാസ്ത്രമാണെങ്കിലും അതിൽ നിന്നുള്ള മോചനമാണ് വളർച്ചയുടെ ലക്ഷ്യം. അത് നിങ്ങൾ മനസ്സുകൊണ്ട് എന്നുകൊണ്ട് ഏറ്റെടുത്തു എന്നതിന് വളരെ സന്തോഷമുണ്ട്. ടീച്ചർ, ട്രെയിനർ, ഫെസിലിറ്റേറ്റർ അവയിൽ നിന്നും വ്യത്യസ്തമായി ഒരു പാർട്ടിസിപ്പൻ്റ് ലീഡറായി എങ്ങനെ മാറണം എന്നാണ് ഈ സെഷനുകളിൽ പഠിപ്പിക്കുന്നത്. മോസ്റ്റ് ഫ്ലെക്സിബിൾ പേഴ്സൺ ഈസ് ദ മോസ്റ്റ് പവർഫുൾ പേഴ്സൺ. നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം. റെവറൻസ് ഈസ് ഡ്യൂ ടു എവറിത്തിങ് ലിവിങ് ആൻഡ് ടു ഇറ്റ്സ് ഗ്രോത്ത്. എല്ലാവരോടും ആദരവോടുകൂടി മാത്രമേ പെരുമാറാവൂ എന്നും TCI കോഴ്സിൻ്റെ ഒരു ഘടകമാണ്. വാട്ട് ആർ മൈ ലേണിംഗ് പോയിന്റ്? മൈ ലൈഫ്, മൈ മിഷൻ. ഡോസ് ഉണ്ടാക്കണം. ഹാപ്പി ഹോർമോൺസ്, അതാണ് ഡോസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യണം. പൂവിൽ ഞാൻ എന്നെ തന്നെ കണ്ടു. ഒന്ന് വെട്ടിയൊതുക്കാനുണ്ട്. എന്താണ് എന്നിൽ നിന്നും വരുന്നത് എന്നതാണ് എൻ്റെ വാല്യൂ. എന്തു പുറത്തേക്ക് പോകുന്നു എന്ന് ചിന്തിക്കണം. റോ ടു റിഫൈൻമെൻറ്റ്, ശുദ്ധീകരണം. അതുല്യരാണ് എന്നതിൽ നമ്മൾ തുല്യരാണ്. ജോഹാരി വിൻഡോ വികസിപ്പിച്ചത് പുതിയ അറിവായിരുന്നു. ഐ ലീവ് മൈ ലൈഫ്, ഐ ഷെയർ മൈ ലൈഫ്, ഐ എനാക്ട് മൈ ലൈഫ് എന്ന ആക്ടിവിറ്റി ഇഷ്ടപ്പെട്ടു. സമയം കുറവാണെങ്കിൽ പതുക്കെ പോകാൻ സാധിക്കൂ. ഒരു പാർട്ടിസിപ്പൻ്റ് ലീഡർ ആകണം. എനിക്ക് ഒരേ ഒരു ജീവിതമേ ഉള്ളൂ, എനിക്ക് അതിജീവിച്ചേ മതിയാകൂ. മോസ്റ്റ് ഫ്ലെക്സിബിൾ പേഴ്സൺ ഈസ് ദ മോസ്റ്റ് പവർഫുൾ പേഴ്സൺ. എന്നിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ ഞാൻ തിരിച്ചറിയും. ചെറിയ കാര്യങ്ങളിലുടക്കി വലിയ കാര്യങ്ങൾ നഷ്ടപ്പെടുത്തരുത്. എൻ്റെ സന്തോഷം എൻ്റെ കയ്യിലാണ്. ബ്രെയിനിനെ ഞാൻ ഉടച്ചു വാർക്കും. മറ്റുള്ളവരെ ആദരിക്കാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ പാഴാക്കുകയില്ല.